മക്കളെ, അപ്പോൾ ഇനി എൻ്റെ കുട്ടികൾക്കുള്ളത് നമ്മളുടെ SSLCയിൽ ബയോളജിയും അതേപോലെ തന്നെ ഹിന്ദിയും എക്സാമാണ് അല്ലേ. മൺഡേ ആണ് നമുക്ക് ബയോളജിയും ഹിന്ദിയും വരുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ദിവസം നമ്മുടെ ഈ ഒരു ബയോളജിയും അതേപോലെ ഹിന്ദിയും പഠിക്കാനുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് വരുന്ന നമ്മുടെ ഫിസിക്സിനായിക്കോട്ടെ അതേപോലെ തന്നെ സോഷ്യൽ സയൻസിനായിക്കോട്ടെ ഇതിനൊന്നും നമുക്ക് ഒട്ടും തന്നെ സമയമില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇനി നമ്മുടെ കയ്യിലുള്ള 3 ദിവസങ്ങൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ എക്സാം എന്താ പ്ലാൻ എന്താണെന്നാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ഇത് ഇവിടെ ശ്രദ്ധിക്കാം. അപ്പം നമുക്ക് സാറ്റർഡേ ഉണ്ട്, സൺഡേ ഉണ്ട്, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാകും നമ്മൾ എന്താണ് ഫ്രൈഡേ നമ്മൾ തുടങ്ങുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഫ്രൈഡേ അതായത് ഇന്ന് നമ്മൾ എന്താണെന്ന് നമ്മൾ SSLC ബയോളജിയോ അല്ലെങ്കിൽ SSLC ഹിന്ദിയോ ഒന്നും പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് എന്താണ് സോഷ്യൽ സയൻസിന്റെ മാരത്തൺ ആയിരിക്കും എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവാം. കാരണം സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് ഒത്തിരി പഠിക്കാറുണ്ട്. ആ ഒരു സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് നമുക്ക് ഒരു ദിവസം പോലും സ്റ്റഡി ലീവ് ഇല്ല. ഓക്കെ, അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്താണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സോഷ്യൽ സയൻസ് ഫ്രൈഡേ കറക്റ്റ് 7 PM നമ്മൾ പഠിക്കും. അപ്പോൾ എൻ്റെ മക്കളെ എല്ലാവരും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് നമ്മുടെ ലൈവിൽ ഉണ്ടാവണം. അത് കഴിഞ്ഞ് സാറ്റർഡേ ഓക്കെ, സാറ്റർഡേ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ രാവിലെ 9 മണിക്ക് നമ്മുടെ ഹിന്ദിയുടെ മാരത്തൺ ആയിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞ് 7 മണിക്ക് എന്താണ് നമ്മുടെ ബയോളജിയുടെ മാരത്തൺ ആയിരിക്കും. ബയോളജിയുടെ മാരത്തൺ ആയിട്ട് മിസ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ 9 മണിക്കും അതേപോലെ 7 മണിക്കുമാണ് എന്തുള്ളത് നമ്മൾ 2 ലൈവുകളാണ് നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേസിലായിട്ടുള്ളത്. അപ്പോൾ ഈ 2 ലൈവുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഫുൾ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് സൺഡേ വരികയാണെങ്കിൽ സൺഡേ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 7 മണിക്ക് നമുക്ക് എന്താണ് ഹിന്ദി ബയോളജീൻ്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സാറ്റർഡേ എൻ്റെ കുട്ടികൾക്ക് എന്താണ് 2 ലൈവുകളാണുള്ളത്. ഹിന്ദീൻ്റെ ലൈവ് രാവിലെ 9 മണിക്കും അതേപോലെ തന്നെ ബയോളജീൻ്റെ ലൈവ് എന്താണ് വൈകിട്ട് 7 മണിക്കുമാണ്. അപ്പോൾ ഈ ലൈവ് എൻ്റെ കുട്ടികൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. സാറ്റർഡേ നമ്മൾ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് സെറ്റാക്കുന്നു. അതിനുശേഷം സൺഡേ നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് മൺഡേ നമ്മുടെ എക്സാം ആണ് അല്ലേ. അപ്പം നമുക്ക് എന്താണ് നമുക്ക് ബയോളജിയുടെയും ഹിന്ദീൻ്റെയും മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, ബയോളജിയുടെയും ഹിന്ദീൻ്റെയും മോർണിംഗ് ബൂസ്റ്റർ രാവിലെ 5 മണിക്കാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ എക്സാം ഒക്കെ എഴുതുന്നു. ദെൻ നിങ്ങൾ തിരിച്ച് വന്നിട്ട് നിങ്ങൾക്ക് 7 മണിക്ക് ഓക്കെ അന്ന് വൈകിട്ട് 7 മണിക്ക് നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ 60 ഷുവർ ക്വസ്റ്റ്യൻസ് ലൈവായിട്ട് നമ്മുടെ സ്വന്തം അലക്സാർ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം 5 മണിക്ക് എന്താണ് ഫിസിക്സിൻ്റെ മോർണിംഗ് ബൂസ്റ്റർ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് അതിന് ശേഷം നമ്മൾ അടുത്ത ദിവസം എന്താണ് നിങ്ങൾ എല്ലാവരും ഫിസിക്സ് എക്സാം എഴുതുന്നു. തിരിച്ചു വരുന്നു നിങ്ങൾ എന്താണ് 7 മണിക്ക് നമ്മൾക്ക് കെമിസ്ട്രിയുടെ 60 ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവാണ്. ദെൻ അടുത്ത ദിവസം നിങ്ങൾക്ക് മോർണിംഗ് ബൂസ്റ്റർ. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അതായത് ബുധനാഴ്ച 7 മണിക്ക് സോഷ്യൽ സയൻസിൻ്റെ 99 ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അത് കഴിഞ്ഞ് മോർണിംഗ് ബൂസ്റ്റർ നിങ്ങൾ അടുത്ത ദിവസം എക്സാം എഴുതുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ സയൻസ് ഏറെക്കുറെ നമ്മൾ ഇവിടെ കവർ ചെയ്തു. പക്ഷേ നമ്മുടെ കെമിസ്ട്രി ഒന്നും പഠിക്കാൻ നമുക്ക് സമയമില്ല അല്ലേ, ഫിസിക്സ് പഠിക്കാൻ നമുക്ക് സമയമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള നമ്മുടെ സാറ്റർഡേ സൺഡേ ഇന്ന് ഫ്രൈഡേ നിങ്ങൾ എന്തായാലും സോഷ്യൽ സയൻസ് പഠിക്കുന്നു. ഇനിയുള്ള ഈ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ അതിൽ സാറ്റർഡേ നിങ്ങൾ എന്താണ് രാവിലെ ഹിന്ദിയും വൈകിട്ട് ബയോളജിയും ആണ് പഠിക്കുക അല്ലേ. അപ്പോൾ അതിൽ ഹിന്ദീൻ്റെ മാരത്തൺ കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് സമയം ഉണ്ടാകും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഫിസിക്സ് ആണോ ടഫ് അല്ലെങ്കിൽ കെമിസ്ട്രി ആണോ ടഫ്, ആ സബ്ജക്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു സാറ്റർഡേയിൽ കിട്ടുന്ന ആ ഗ്യാപ്പിൽ പഠിക്കുക. ദെൻ നിങ്ങൾ സൺഡേയിലേക്ക് വരുമ്പോൾ എന്താണ് സൺഡേ വീണ്ടും നമുക്ക് 7 മണിക്കാണ് ലൈവ്. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്താണ് സമയമുണ്ട്. ആ സമയം ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുക. എൻ്റെ മക്കൾക്ക് ഏതാണോ ടഫ്, ഫിസിക്സ് ബുദ്ധിമുട്ടാണ്, ഈ ചാപ്റ്റർ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ ഈ ചാപ്റ്റർ ബുദ്ധിമുട്ടാണ്, മക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. നിങ്ങൾക്ക് അത് റെഫർ ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സ് വെച്ച് പഠിക്കാം. ഒന്നും ചെയ്യാതെ വെറുതെ ആ സമയം കളഞ്ഞാൽ ഇവിടെ നമ്മളിതേ ഇവിടെയൊക്കെ നമ്മൾ കിടന്ന് വെള്ളം കുടിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥ എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ എന്ത് ചെയ്യുക കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. സോഷ്യൽ സയൻസും ഹിന്ദിയും ബയോളജിയും പഠിക്കാനുള്ള സമയം നമ്മുടെ കയ്യിലുണ്ട്. ഫിസിക്സിനും കെമിസ്ട്രിക്കും ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മുടെ ടീം നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് അതിലേതെങ്കിലും ചാപ്റ്റേഴ്സ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വരുന്ന സാറ്റർഡേ സൺഡേസിൽ എൻ്റെ മക്കൾ അത് ക്ലിയർ ചെയ്യാം. അതുമാത്രമല്ല നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ഈ എക്സാമൊക്കെ ഉള്ളത് കാരണം തന്നെ നമ്മൾ സാറ്റിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞത് 10th പക്ഷേ നിങ്ങൾക്ക് എക്സാമുകളായത് കാരണം കുറേ പേർക്ക് ഇത് രജിസ്റ്റർ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ 18ാം തീയതിയിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 18 വരെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. ഓക്കെ, അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും.
ചെക്ക് ചെയ്യുക. കാരണം 21-നാണ് നമ്മുടെ പ്രിലിംസ് നടക്കുന്നത്. അപ്പോൾ പ്രിലിംസ് എഴുതണമെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. ഈ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്ന് വൈകിട്ട് 7 PM ലൈവ് മറക്കാതിരിക്കുക. സോഷ്യൽ സയൻസ് തകർത്ത് പഠിക്കുക. ഓക്കെ.